ഹായ് കുട്ടികളെ, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയിലെ 1ാമത്തെ പാഠഭാഗമായ നീലി ചിടിയ എന്ന കവിതയാണ്. ഈ കവിത ആരാണ് എഴുതിയത്? ഹരിവംശരായ ബച്ചനാണ്. നമുക്ക് കവിതയൊന്ന് ആദ്യം വായിച്ചു നോക്കാം. നീലെ ആസ്മാൻ സേ ഉത്തരി നീലി ഏക്ക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ. ഇതിൽ നീല എന്ന് പറഞ്ഞാൽ നീല നിറം അല്ലേ? അപ്പോൾ നീല എന്ന് പറഞ്ഞാൽ നീല നിറമുള്ള, ആസ്മാൻ ആകാശം, സെ ഉത്തരി ഉത്തരി എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക. അപ്പോൾ നീല നിറമുള്ള ആകാശത്തിൽ നിന്ന് ആരെ ഇറങ്ങി വരുന്നത്? നീലി ഏക്ക് നിരാലി ചിടിയ. നീലി എന്ന് പറഞ്ഞാൽ നീല നിറമുള്ള, ഏക്ക് ഒരു, നിരാലി ചിടിയ. നിരാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യമായ, ചിടിയ എന്താ? പക്ഷി. ഒരു നീല നിറമുള്ള ഒരു അതുല്യമായ പക്ഷി എവിടെ നിന്ന്? നീലാകാശത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഗാത്തി ഉടനെ വാലി ചിടിയ. ഗാത്തി എന്ന് പറയുന്നത് എന്താ? പാടുന്ന, ഉടനെ വാലി പറക്കുന്ന പക്ഷി, അതായത് പാട്ടുപാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ, പാട്ടുപാടി പറക്കുന്ന പക്ഷി. അടുത്ത 4 വരി നമുക്ക് വായിച്ചു നോക്കാം. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ ഉടുക്കർ ജാനെ വാലി ചിടിയ ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ഗാനെ വാലി ചിടിയ. ഇസ് ഫുൻഗി എന്നാണ്. ഫുൻഗി എന്താണ്? ചില്ലയുടെ അറ്റമാണ്. അപ്പം ഇസ് ഫുൻഗി സേ ഈ ചില്ലയിൽ നിന്ന്, ഉസ് ഫുൻഗി പർ ആ ചില്ലയുടെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നത്? ഉടുക്കർ ജാനെ വാലി ചിടിയ. ഉടുക്കർ ജാനെ വാലി എന്ന് പറഞ്ഞാൽ പറന്നു പോകുന്ന പക്ഷി. അതായത് ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് പക്ഷികൾ എന്ത് ചെയ്യും? പറന്നിരിക്കും അല്ലേ? അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത വരി എന്ന് പറയുന്നു, ഇൻ പത്തോമ്മയും ഉൻ പത്തോമ്മയും. ഇൻ പത്തും എന്ന് പറഞ്ഞാൽ എന്താ? ഇലയാണല്ലേ? അപ്പം ഇൻ പത്തോമം ഈ ഇലയിൽ നിന്ന് ആ ഇലയിലേക്ക്, ചിപ്കർ ഗാനെ വാലി ചിടിയ. ചിപ്കർ എന്താണ്? ഒളിഞ്ഞിരിക്കുക, മറഞ്ഞിരിക്കുക എന്ന് പറയും. അപ്പം ചിപ്കർ ഗാനെ വാലി ചിടിയ. ഗാനെ എന്ന് പറഞ്ഞാൽ പാട്ട് പാടുകയാണ്. അപ്പം മറഞ്ഞിരുന്നു കൊണ്ട് പാട്ട് പാടുന്ന ചിടിയ. അതായത് ഇലകൾക്കിടയിൽ, മരത്തിൻ്റെ അറ്റത്ത് ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് പാട്ട് പാടുന്ന പക്ഷി എന്ന് പറയുന്നത്. ഇനി അടുത്ത 4 വരി നോക്കാം. പർ ഫടുക്കാക്കർ നീച്ചെ ആക്കർ ദാനാ ഗാനെ വാലി ചിടിയ ദാനാ ഗാക്കർ പട് ഫടുക്കാക്കർ ദട് ഉടുജാനെ വാലി ചിടിയ. എന്താണ്? പർ ഫട്കാക്കർ. പർ എന്ന് പറഞ്ഞാൽ എന്താ? ചിറകല്ലേ? ഫട്കാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചുകൊണ്ട്. നീച്ചെ എന്ന് പറഞ്ഞാൽ താഴേക്ക്. ആക്കർ എന്ന് പറഞ്ഞാൽ വരിക. അപ്പം ചിറക് അടിച്ചുകൊണ്ട് താഴേക്ക് പറന്നു വരുന്ന പർ ഫടുക്കാക്കർ നീച്ചയാക്കർ. താഴേക്ക് വന്നിട്ട് എന്താ ചെയ്യുക? ദാന ഗാനെ വാലി ചിടിയ. ദാന എന്ന് പറഞ്ഞാൽ ധാന്യം. ധാന്യം ഗാനെ. ഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കഴിക്കുക. അപ്പോൾ ഗാന എന്ന് പറഞ്ഞാൽ ധാന്യം കഴിക്കുന്ന പക്ഷി, വാലി ചിടിയ. ഇനി അടുത്ത വരി എന്ന് പറയുന്നു, ദാന ഗാക്കർ പർ ഫടുക്കാക്കർ. ദാന എന്ന് പറഞ്ഞാൽ ധാന്യം എന്ന് പറഞ്ഞു. ഗാക്കർ, ഗാന എന്ന് പറഞ്ഞാൽ കഴിക്കുക. അപ്പോൾ ഗാക്കർ എന്ന് പറഞ്ഞാൽ കഴിച്ചതിന് ശേഷം, ധാന്യം കഴിച്ചതിന് ശേഷം, പർ ഫടുക്കാക്കർ. പർ എന്ന് പറഞ്ഞാൽ ചിറക്, ഫടുക്കാക്കർ അടിച്ചുകൊണ്ട്, ചിറകടിച്ചുകൊണ്ട്. ദട് ഉഡ് ജാനെ വാലി ചിടിയ. ദട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നാണ്. ഉഡ് ജാനെ വാലി ചിടിയ, പെട്ടെന്ന് പറന്നു പോകുന്ന പക്ഷി. അടുത്ത 4 വരി നോക്കാം നമുക്കിനി. ഇസ് ടാലി സെ ഉസ് ടാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. ഇസ് ടാലി സെ ഉസ് ടാലി പർ എന്ന് പറഞ്ഞാൽ എന്താ? ടാലി എന്ന് പറഞ്ഞാൽ എന്താ? മരച്ചില്ലയാണ്. അപ്പം ഈ മരച്ചില്ലയിൽ നിന്ന് ആ മരച്ചില്ലയുടെ മുകളിലേക്ക്. അപ്പം ഇസ് ടാലി സെ ഉസ് ടാലി പർ. പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് എന്ന് കൂടിയാണ്. ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ. ഉഡ് ഉഡ് ജാനെ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറന്നു പോകുന്ന. അപ്പം ഒരു മരച്ചില്ലയിൽ നിന്ന് മറ്റൊരു മരച്ചില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ലാക്ക് ബുലാവും. ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷം എന്നാണ്. ലാക്ക് ലക്ഷമാണ്. ബുലാവും എന്ന് പറഞ്ഞാൽ വിളിക്കുക. അപ്പം ലാക്ക് ബുലാവും ലക്ഷം തവണ വിളിച്ചാലും, ലേക്കിൻ മേരെ. ലേക്കിൻ എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷേ. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ. അപ്പം ലക്ഷം തവണ വിളിച്ചാലും പക്ഷേ എൻ്റെ പാസ് ന ആനെ വാലി ചിടിയ. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരിക എന്നാണ്. ആനെ എന്ന് പറഞ്ഞാൽ വരിക. പാസ് ആനെ എന്ന് പറഞ്ഞാൽ അടുത്ത് വരിക. അതിൻ്റെ കൂടെ പാസ് ന ആനെ എന്ന് പറഞ്ഞാൽ അടുത്ത് വരില്ല എന്നാണ്. ന നടുക്കുള്ളത് കൊണ്ട് അതിൻ്റെ നെഗറ്റീവ് ആണ് വരിക. പാസ് ന ആനെ, അടുത്തേക്ക് വരില്ല. വാലി ചിടിയ, അതായത് ലക്ഷം തവണ ഞാൻ വിളിച്ചാലും എൻ്റെ അരുവത്തേക്ക്, പക്ഷേ എൻ്റെ അരുവത്തേക്ക് വരാത്ത പക്ഷി എന്നാണ് പറയുന്നത്. അടുത്ത 4 വരി എന്താ? ആദ്യത്തെ 4 വരിയില്ലേ, അത് തന്നെയാണ് അടുത്ത 4 വരി. നീലി ആസ്മാൻ സേ ഉത്തരി നീലി ഏക്ക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ. എല്ലാവർക്കും അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അർത്ഥം കൂടി കൊടുത്തിട്ടുണ്ട് എഴുതിയിട്ട്. അതെല്ലാവരും നോക്കി പഠിക്കുക. അതും നോക്കി ടെക്സ്റ്റും
ഒരു 5-6 പ്രാവശ്യം വായിച്ചാൽ ഈ പാട്ട് താനേ അങ്ങ് പഠിച്ചുകൊള്ളും.